ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിലും തമ്മിലും ക്യാപ്ഷനും എല്ലാം കണ്ടപ്പോൾ മനസ്സിലായിട്ടും ഇന്ന് നമ്മളൊരു പ്രിപ്പറേഷൻ വീഡിയോ ആണ് കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അറ്റുനോറ്റിരുന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. വരൂ ഇവിടെ ഇരിക്കൂ, സൈഡിലിരിക്കൂ. ഒരാളെ ഞാനൊന്ന് ക്ഷണിച്ച് ഇവിടെ വരുത്തട്ടെ കേട്ടോ. സോ നമ്മുടെ കല്യാണം കഴിഞ്ഞത് 2023 ചാമ. യെസ്, 2023 നമ്മൾ കല്യാണം കഴിയണത്. ആ കല്യാണം കഴിഞ്ഞ ആ വർഷം തന്നെ നമ്മൾ ഹണിമൂണിന്റെ ഭാഗമായിട്ട് തായ്ലൻഡ് പോയി. നെക്സ്റ്റ് ഇയർ 2024 നമ്മള് ചൈന പോയി. ഈ 2025 മാത്രം നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല, കാരണം തമ്പു ജനിച്ചിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ആയിരുന്നില്ല. അങ്ങനെ അവസാനം ഒരു വർഷത്തെ കാത്തിരിപ്പ് ശേഷം ഞങ്ങൾ ഇത്തവണ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒരു ട്രിപ്പ് പോവാണ്. എവിടെയാ പോണേന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അപ്കമിങ് വീഡിയോസിലൊക്കെ മനസ്സിലാക്കാം. സിറ്റ് ഡൗൺ. അപ്പോ എന്താണ്, സോ അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കിച്ചാൻ എക്സൈറ്റഡ് ആണോ? യെസ്, അഫ്കോഴ്സ് ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. സോ അപ്പൊ ഇതൊരു കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. ഇതില് അഫ്കോഴ്സ് നമുക്കൊരു വീഡിയോ ആകുമ്പോൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഔട്ട്ഫിറ്റ്സ് നമ്മൾ എല്ലാം ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. പോയി വാങ്ങാനുള്ള സമയം നമുക്കില്ല, പിന്നെ മടിയുമാണ്. പിന്നെ എനിക്ക് കൂടുതൽ ഓപ്ഷൻസ് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ട് തോന്നി. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്സ് തരാമല്ലോ. സോ ഔട്ട്ഫിറ്റ് ഒക്കെ നമ്മൾ ഓൺലൈനിലാണ് വാങ്ങിക്കുന്നത്. അപ്പൊ എന്റെ ഔട്ട്ഫിറ്റ് ട്രയൽ ചെയ്യണം, കിച്ചാമിന്റെ ഔട്ട്ഫിറ്റ് ട്രയൽ ചെയ്യണം, തമ്പുവിന്റെ ഔട്ട്ഫിറ്റ്സ് വന്നിട്ടില്ല. എന്റെ ഔട്ട്ഫിറ്റ്സ് എല്ലാം വന്നു. അതായത് എന്റെ ഔട്ട്ഫിറ്റ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കുള്ളൂ ഇവരുടെ രണ്ടുപേരുടെ ഔട്ട്ഫിറ്റ്. സോ എന്റെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ആദ്യം വന്നു. കിച്ചാമിന്റെ ഒരു ഫ്രണ്ട് വന്നു, അപ്പൊ ആളങ്ങോട്ട് പോയി വന്നോളൂ. സോ അപ്പം എന്റെ ഔട്ട്ഫിറ്റ് ട്രയൽ ചെയ്യണം, കിച്ചാമിന്റെ ഔട്ട്ഫിറ്റ് ട്രയൽ ചെയ്യണം, തമ്പുന്റെ ചെയ്യണം. പിന്നെ ഞാൻ ആദ്യമായിട്ട് ലാഷസ് ഒക്കെ ഒന്ന് ലാഷസ് എക്സ്റ്റൻഷൻ ചെയ്താലോ എന്നിരിക്കുന്നുണ്ട്. സോ അപ്പൊ അതും നമ്മുടെ ഇതിലൊരു പാർട്ടായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഐബ്രോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യുക, കിച്ചാമിന്റെ മുടിയൊക്കെ കിട്ടി ഒന്ന് സുന്ദരനാക്കുക, തമ്പുന്റെ മുടിയൊക്കെ കിട്ടി ഒന്ന് സുന്ദരനാക്കുക, അതിന്റെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, ആൻഡ് അഫ്കോഴ്സ് പാക്കിംഗ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ വീഡിയോ അവസാനിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. ഓരോന്നായി ചെയ്ത് ടിക്ക് ചെയ്ത് പോവാം. സോ ഇന്നെന്ന് പറഞ്ഞാൽ എന്റെ ഔട്ട്ഫിറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. സോ നമുക്കതെല്ലാം ഇട്ട് നോക്കാം എങ്ങനെയുണ്ട്. വല്ല റിട്ടേൺ കൊടുക്കണമെങ്കിൽ ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ബൈ ദ വേ, ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബീച്ച് വെക്കേഷൻ ട്രിപ്പാണ്. സോ അതിന് അപ്രോപ്രിയേറ്റ് ആയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈൻ ത്രൂ വാങ്ങിയത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, അതുപോലെ തന്നെ സവാനന്നാണ് മോസ്റ്റ്ലി എൻ്റെ എല്ലാ ഔട്ട്ഫിറ്റ്സും ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ കുറെ നാളായി സവാനന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് വിചാരിക്കണം. അപ്പൊ ഞാൻ ഇതാണ് ബെസ്റ്റ് ടൈം, ഇപ്പൊ തന്നെ വാങ്ങിയേക്കാം. ഞാൻ ആകപ്പാടെ സവാനന്ന് ഒരു ഡെനിം ജീൻസ് മാത്രം വാങ്ങിയിട്ടുള്ളൂ. അതിന്റെ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. സോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സവാന ത്രൂ ആ ഒരു ബാഗ് അല്ലാണ്ട് ദേ ഇവിടെ ഇഷ്ടംപോലെ ബാഗുകൾ വേറെയും ഉണ്ട്. നമുക്ക് എല്ലാം അൺബോക്സ് ചെയ്യാം. ബുദ്ധിമുട്ട് വന്നപ്പോ ഞാൻ ദേ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്സ്. 1, 2, 3, 4, 5. ഇതൊരു ആക്സസറിയാണ്. ആക്ച്വലി ഞാനിങ്ങനെ നമ്മൾ വല്ലപ്പോഴും ആണ്ടിലും കൊല്ലത്തിലൊക്കെ ഉള്ളതുപോലെ ട്രിപ്പ് പോണത്. അപ്പൊ എനിക്കിങ്ങനെ ഇങ്ങനെ ഔട്ട്ഫിറ്റ് ഇടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. സോ ഞാൻ ഈ കാണുന്ന ഔട്ട്ഫിറ്റ്സ് ഒക്കെ കുറെ ഓൺലൈൻ സൈറ്റൊക്കെ നോക്കി ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ എന്നെ ആക്കി എടുത്തു കേട്ടോ. എനിക്ക് ചേരുമില്ല എന്ന് അറിയാനായിട്ട് ChatGPT. സോ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങിയേക്കണത്. ഇനി ChatGPTയിൽ കണ്ടതും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഉള്ള എയർപോർട്ട് ലുക്കിലേക്കുള്ള ഔട്ട്ഫിറ്റുകൾ പറയുമ്പോൾ എനിക്ക് രോമാഞ്ചിതമാകുന്നു ഗൈസ്. ഓക്കെ, എയർപോർട്ട് ലുക്കിലേക്കുള്ള ഫസ്റ്റ് ഔട്ട്ഫിറ്റ് നമുക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക് കേട്ടോ. അതായത് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന ലുക്ക്. ഇതിൽ ഞാൻ റെഡി വെറ്റിനൊക്കെ എടുക്കണം. എനിക്ക് ആലോചിക്കുമ്പോൾ പറ്റിയ സന്തോഷം കണ്ടിട്ട് തുള്ളിച്ചടങ്ങാണ് ഗൈസ്. ഈ സാധനം ഞാൻ കുറെ നാളായി വാങ്ങണം എന്ന് വിചാരിക്കുന്നത്. കുറെ സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് പോകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. ഇത് നമ്മളേക്ക് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സിബ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കൺവീനിയൻ്റ് ആണ് എനിക്ക്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. സൈസും ഓക്കെയാണ്. ചിലത് ഞാൻ M ആണ്, ചിലത് ഞാൻ S ആണ് കേട്ടോ. അതിൽ പല സൈസ് ഡിഫറൻസ് ഉണ്ടല്ലോ. സോ ഇത് ഞാൻ S സൈസാണ് എടുത്തേക്കണത്. ഇതെനിക്ക് കറക്റ്റ് സാധനമാണ്, പെർഫെക്റ്റ് സാധനമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഇതാണ് നമ്മുടെ വെക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്. അതായത് എയർപോർട്ട് ലുക്ക് ആയിരുന്നത്. ഇതാണ് നമ്മുടെ വെക്കേഷനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് നമ്പർ 1. ഇതിന് പുറകിൽ നിന്ന് കെട്ടൊക്കെ ഉണ്ട്. ബാക്ക്ലെസ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇങ്ങനെ കഴുത്തിനാണ് കെട്ട് വരുന്നത്. ആൻഡ് ഞാൻ ഇത് സ്റ്റൈൽ ചെയ്യാനായിട്ടൊരു ഹെഡ് സ്കാർഫൊക്കെ എടുത്തിട്ടുണ്ട്. ബീച്ച് വെക്കേഷൻ ആകുമ്പോൾ നല്ല വെയിലായിരിക്കുമല്ലോ, അപ്പം എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. ആൻഡ് ഇങ്ങനെ ഒരു കയ്യിൽ മാത്രമായിട്ട് ഇങ്ങനെ ബാംഗിൾ സ്റ്റാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആൻഡ് കോലാപ്പൂരി ഫുഡ് വെയർ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഇഷ്ടമായി. ദിസ് ഈസ് മൈ തേർഡ് ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? ഇതാണ് കുഞ്ഞൊരു ബാഗ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് 200 രൂപ 150 രൂപ കണ്ടുള്ളൂ ഈ ബാഗിന്. ആൻഡ് ഞാനൊരു സ്റ്റാർ
ഫിഷിൻ്റെ പോലത്തെ ഒരു ബ്രേസ്ലെറ്റോ വളയോ എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനത്തെ സാധനം വാങ്ങിച്ചു. ഇത് ഇവിടെ ഒരു ടൈപ്പ് കൈൻഡ് ഓഫ് ഇതാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്, ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ സാധനം. അവിടെ ചെല്ലുമ്പോൾ പെരുമഴയാവാതിരുന്ന മതിയായിരുന്നു. ഓ മൈ ഗോഡ്, രസമുണ്ട് അല്ലേ? എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഹെയർ സ്റ്റൈലൊക്കെ നമുക്ക് കേട്ടായിരുന്നു. ഞാൻ പറഞ്ഞത് മൈക്കൈൻ്റെ ഇടക്കാണ് വന്നത് ഗൈസ്. സോ മുടിയൊക്കെ നമുക്ക് അപ്പ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. ഇതിപ്പോ നമുക്ക് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഒന്ന് ഇട്ട് നോക്കണം എന്നല്ലേ. എന്റെ ഔട്ട്ഫിറ്റ് ഇതല്ല കേട്ടോ, കിച്ചാൻ്റെ ഇതൊന്നുമല്ല, കിച്ചാൻ്റെ വന്നിട്ടില്ല വന്ന. സോ ഇതാണ് നമ്മുടെ തേർഡ് ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? സോ ശരിയല്ലോ. ഇനി നമുക്ക് ഫോർത്ത് ഔട്ട്ഫിറ്റ്. ദിസ് ഈസ് അവർ ഫോർത്ത് ഔട്ട്ഫിറ്റ്. ഇനി മതിലും തുളച്ച് പോകേണ്ടി വരും ഞാൻ ഇത് കാണിച്ചു തരാനായിട്ട്. ഇതിങ്ങനെ ഒരു നമ്മള് പണ്ടിങ്ങനെ റാപ്പ് അറൗണ്ട് സ്കേർട്ട് ഇല്ലേ, കെട്ടണ സ്കേർട്ട്, അതുപോലത്തെ ഒരു സെറ്റപ്പാണ് കണ്ടോ. തുണിയൊക്കെ ബുക്കിരിക്കും. അതും ഇത് കോംബോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അതിന്റെ കൂടെ ഓർണമെന്റ്സ്. എന്റെ ഭർത്താവിന്റെ ഒരു സ്നേഹേ, എന്ത് ചെയ്യാനാണ്. ഞാനെന്ന് പറഞ്ഞാൽ തന്നെ കിച്ചാമ്മന്റെ കണ്ണിൽ ഉണ്ണിയാണ് അല്ലേ ചമ്മ? ഉണ്ടമ്പരിയാന്നാണ് നീ കാണിച്ചത്. ഇതിങ്ങനെ ഡസൻസ് ഓഫ് വിളകൾ നമ്മളിങ്ങനെ ഒരുമിച്ചിട്ട് സ്റ്റാക്ക്. ഇത് ഇച്ചിരി വലുതാണല്ലോ, ചെറുതാക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ ബാംഗിൾ സ്റ്റാക്കിങ് പോലെ ബ്രൈസ്ലെറ്റ് സ്റ്റാക്കിങ്. ഫസ്റ്റ് ഫ്രണ്ടിൽ കിടക്കണായിരിക്കും ലൂസ് ഫിറ്റ് ആയിട്ട്. അങ്ങനെ ഇത് ചീപ്പ് ലുക്ക് ആകുമോ? നമുക്ക് വേറെ ഒരെണ്ണം ചെക്ക് ചെയ്യാം. കറന്റ് ഇതാണ് കറന്റ് ഞാൻ ഇതിനു വേണ്ടി ഉദ്ദേശിച്ചതാണ്. എങ്ങനെയാ? നൈസ്. മറ്റേ നമ്മൾ മേടിച്ച മറ്റേ ബാഗിലെ ആ ബാഗ് ഞാനിപ്പോ പാക്ക് ചെയ്ത് വെച്ച്. ആ ബാഗ് തന്നെയാണ് ഇതിനും ബാഗ് ഒക്കെ ഒറ്റ ബാഗുള്ളൂ. നേരത്തെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നില്ലേ, നമുക്കത് ഇച്ചിരി ചരിച്ചൊക്കെ ഇടാം. ഓ സുന്ദരി ആയിട്ടുണ്ടല്ലേ ചമ്മ. ഞാൻ തന്നെ പറയും സുന്ദരിയായി. നെക്സ്റ്റ് വീഡിയോ ചേട്ടൻ്റെ ഡ്രസ് ആയിരിക്കും, അതായത് എന്റെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ. സോ ദിസ് ഈസ് ദ ഫോർത്ത് ഔട്ട്ഫിറ്റ്. നമുക്കിനി ഫിഫ്ത്ത് ഔട്ട്ഫിറ്റ്. സോ ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് ഔട്ട്ഫിറ്റ് അല്ലേ. ഇങ്ങനെ കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടെങ്കിലും പുറകോട്ട് ഇറങ്ങുമ്പോൾ തീരെ ക്യൂട്ടായിട്ടില്ല. ആക്ച്വലി ഇതൊരു ഷോർട്സ് ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്, ലൈക്ക് ദിസ്. പക്ഷെ ഷോർട്സ് വന്നപ്പോൾ ഷോർട്സ് അല്ല, ഇത്രയും കൂടി കേറിപ്പോയി. പിന്നെ അത് മാത്രമല്ല, ഇതുണ്ടോ ഒരു പിങ്ക് കളറൊക്കെ, അത് ആക്ച്വലി സ്റ്റിച്ചിന്റെ കളറാണ്, ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യാനുള്ള. സോ നമുക്ക് ഒരു സുഖമില്ല ഇത്. പക്ഷെ ഇതൊക്കെ കുഴപ്പമില്ല കേട്ടോ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതും ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്, ഇങ്ങനെ ഭയങ്കരമായിട്ട് നേരിലടിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ടാങ്ക് ടോപ്പും ഷോർട്സും റീപർച്ചേസ് ചെയ്യണം. ഇത് ഞാൻ മിക്കവാറില്ല, ഇത് ഞാൻ റിട്ടേൺ കൊടുക്കും. ആൻഡ് ഇത് നമുക്ക് രണ്ടും റീപർച്ചേസ് ചെയ്യണം. സോ ബാക്കി ഇങ്ങനെ നമ്മൾ അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറാം, അത് കുഴപ്പമില്ല. പക്ഷെ അകലേക്ക് പോയി ക്യൂട്ട്നെസ് ഇടാൻ പറ്റില്ല, മനസ്സിലായോ? ഇതിപ്പോ ഞാൻ തൽക്കാലം ഇവിടെ ഇരുന്നപ്പോൾ ഉണ്ടായ ഒരു പാൻറ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇതും ഓൾസോ ക്യൂട്ടാണല്ലോ. സാല നമുക്കിത് റീപർച്ചേസ് ചെയ്യാം, ഇച്ചിരി സമയമുണ്ട്. സോ ഇതിൽ മാത്രമാണ് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആവാത്തത്. നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഔട്ട്ഫിറ്റ് കാണാം. അത് ബാക്ക് നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ വരുന്ന ഫ്ലൈറ്റിൽ ഇടാനായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. ബേസിക് മിക്കവാറും റിട്ടേൺ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, ക്വാളിറ്റി ഇല്ല. ചില്ല് കൊട്ടാരാണിത്, ഇപ്പുറത്തിട്ട് അപ്പുറത്ത് മുഴുവൻ കാണാം. സോ എന്തായാലും ഇത് ഇട്ട് നോക്കട്ടെ. ഇത് മിക്കവാറും ഇപ്പൊ തന്നെ ഞാൻ റിട്ടേൺ ചെയ്യും. എന്തായാലും ഇപ്പൊ ഇട്ട് നോക്കാം. ഏതിന്റെ പുറത്ത്? സോ ഇതാണ് നമ്മൾ റിട്ടേൺ പ്ലാൻ ചെയ്തത്. ഒരു ഫുൾ ഓൺ ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ആയിരുന്നു. മൈക്കോണല്ല, യെസ്, നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് മിക്കവാറും ഇത് മൊത്തം മാറ്റും. ഇത് ഒട്ടും ക്വാളിറ്റി ഇല്ല. നമ്മൾ ആക്ച്വലി ഇതുപോലത്തെ ഒരു ടീഷർട്ടാണ് ഉദ്ദേശിച്ചത്, പോളോ ടീഷർട്ടാണ് ഉദ്ദേശിച്ചത്. കോളർ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു പോളോ ടീഷർട്ട് ആയിട്ട് എനിക്ക് തോന്നണില്ല. വീഡിയോയിൽ കാണുമ്പോൾ അത്ര വൃത്തികേടില്ല, പക്ഷെ ഇത് സ്റ്റുഡിയോ ആണ്, പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് മീഷയാണ്, തീരെ ക്വാളിറ്റി ഇല്ല. സോ ഇതെന്തായാലും മാറ്റണം. പിന്നെ ഈ പാന്റ് ഞാൻ ജോഗേഴ്സ് ആണ്, കാർഗോ പാന്റ്സ് ആണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്. ഞാനപ്പോ വാങ്ങിയപ്പോ കൊറിയൻ പാന്റ് പോലെ ആക്കിപ്പോയി. പക്ഷെ ഇതാണെങ്കിൽ ഇത് ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര വൃത്തികേടാണ്, സ്റ്റിച്ചിങ് മാറിപ്പോയി, കംപ്ലീറ്റ്ലി വൃത്തികേടായിപ്പോയി. സോ ഇത് എന്തായാലും മാറ്റി വാങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ മാറ്റി വാങ്ങിയിട്ട് നമ്മൾ പോയിട്ട് ഉള്ള വ്ലോഗിൽ കാണാം. ഇനി ഡ്രസ്
ഷോർട്സ്, വൈറ്റ് ഷോർട്സ് റീപർച്ചേസ് ചെയ്യണം, വൈറ്റ് ടാങ്ക് ടോപ്പ് റീപർച്ചേസ് ചെയ്യണം, ഇത് റീപർച്ചേസ് ചെയ്യണം, ഇത് റീപർച്ചേസ് ചെയ്യണം. സോ ഡ്രസ് പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്തല്ലോ, വന്നാൽ മതി. സോ അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ഔട്ട്ഫിറ്റ്സ്. നമുക്ക് റീപർച്ചേസ് ചെയ്തിട്ട് ഞാൻ ഇനി അവിടെ പോകുമ്പോ കാണിക്കാം. ഇനിയും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. സോ അപ്പൊ നമുക്ക് ഇനി കിച്ചാമിന്റെ ഔട്ട്ഫിറ്റ്സ് വരുമ്പോ ട്രയൽ ചെയ്യുമ്പോ കാണാം കേട്ടോ. 1 week later. സോ ഒരാഴ്ചക്ക് ശേഷം നമ്മൾ ഇതാ തിരിച്ചെത്തിയിട്ടുണ്ട്. മൈക്ക് ഓൺ ആണോ? യെസ്, മൈക്ക് ഓൺ. യെസ്. സോ അതെ, കിച്ചാമിന്റെ സകല സാധനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു പെട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ട്. സോ നമുക്കിനി കിച്ചാമിന്റെ ഔട്ട്ഫിറ്റ്സ് നോക്കാം. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ റെഫറൻസ് ഇമേജസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ കിച്ചാമിനെയും ഇതുപോലെ മാറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇടുമ്പോ കിച്ചാമിന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എക്സൈറ്റഡ് ആണ് ഇട്ട് നോക്കാം. യെസ്, ഇതിലെന്തെങ്കിലും കൊള്ളില്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടതാണ്. ഇവിടെ തമ്പുക്കൂട്ടൻ ഇവിടെ ഭയങ്കര കളിയാണ്. അവന്റെ ഡ്രസ്സ് വന്നിട്ടുണ്ട്. നമുക്ക് അവന് ഇടിയിക്കണില്ല, കാരണം അതെല്ലാം വാഷ് ചെയ്തിട്ട് തമ്പുവിന്റെ ഡ്രസ്സുകളും ഓൾമോസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് ഫോണൊന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ തമ്പൂരിന്റെ ഡ്രസ്സ് നമ്മൾ ഇടിച്ച് നോക്കാണല്ലോ. അവന് ഇടിക്കണേ മുന്നേ എല്ലാ ഡ്രസ്സും വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഇടിക്കണത്. ഇതിലേതെങ്കിലും കൊള്ളില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മൾ അവനെ ഇടിക്കണില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും തമ്പൂരിന്റെ ഡ്രസ്സ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് കിച്ചാമിന്റെ ഇതിന് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന ഔട്ട്ഫിറ്റിൽ നിന്ന് തന്നെ. ഇതാണ് കിച്ചാമിന്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. ടീഷർട്ട് അടിപൊളിയാണ്, പക്ഷെ പാന്റ് പോരാ അല്ലെ. പാന്റ് മെറ്റീരിയൽ ക്വാളിറ്റി ഇതൊരു പോളിസ്റ്റർ കൈൻഡ് ഓഫ് ആണ്. നമ്മള് ഈ ഒരു ടീഷർട്ടിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇത് ഭയങ്കര ചീപ്പ് മെറ്റീരിയൽ ആയി. ഇത് റിട്ടേൺ ചെയ്താലോ? സോ നമ്മൾ എന്തായാലും പാന്റ് റിട്ടേൺ ചെയ്ത് വേറെ പാന്റ് വാങ്ങാം. ടീഷർട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ദിസ് ഈസ് ദ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. ബാക്കോട്ട് ഇറങ്ങിക്കോ അല്ലേ. ഒരു ബ്രൗൺ ബേജ് കൈൻഡ് ഓഫ് സാധനമാണ്. ഇതും രണ്ടിന്റെ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. പേരും ഒക്കെയാണ്. പിന്നെ ഇതിന്റെ കൂടെ ഇടാനായിട്ട് ഒരു ഫുഡ് വെയർ ഉണ്ട്. ഫുഡ് വെയർ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെ. സ്ലൈഡേഴ്സ് അത് കാണാൻ പറ്റുന്നില്ല, പക്ഷെ കൊള്ളാം. എനിക്ക് കാണുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ദിസ് ഈസ് ദ തേർഡ് ഔട്ട്ഫിറ്റ്. ഇതാണ് നമ്മുടെ തേർഡ് ഔട്ട്ഫിറ്റ്. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഷർട്ടിന്റെ ക്വാളിറ്റി വലിയ പ്രശ്നം തോന്നുന്നു, പക്ഷെ ഇൻ റിയൽ ലൈഫ് ഇതൊരു കൈൻഡ് ഓഫ് സിൽക്ക് പോലെ ഇരിക്കുന്നുണ്ട്. ഒരു കൈൻഡ് ഓഫ് സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ്. പക്ഷെ ലൈക്ര ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസ്റ്റർ വിത്ത് ലൈക്ര ആണ്. അങ്ങനെ ഒരു തരം മെറ്റീരിയൽ ആണ്. പാന്റ് ട്രൗസർ നല്ല കേട്ടോ. ഇറങ്ങിക്ക് ട്രൗസർ നല്ലതാട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ശരിക്കും ഡെനിം ഫാബ്രിക് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? സോ ദിസ് ഈസ് ദ ഫോർത്ത് ഔട്ട്ഫിറ്റ്. എന്റെ ബ്ലൂ കളർ ഒന്നും കിച്ചാൻ ഇടില്ല കേട്ടോ. ഇടോ? അത് ഭയങ്കര ബ്രൈറ്റ് ആയി പോയി. കിച്ചാൻ ഇടില്ല. പിന്നെ കിച്ചാൻ ഈ കളർ ബ്ലൂ എനിക്ക് ഇടുന്ന ഇഷ്ടമാണ്. ടീഷർട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല ടീഷർട്ടാണ്. പക്ഷെ അതിന്റെ ഷോർട്സ് എന്തൊരു പാവാട പോലെ. എങ്ങനെ മനസ്സിലായി ഞാനത് പറയാൻ? എലിപ്പതി ഒരു പാവാട കൈൻഡ് ഓഫ് ഷോർട്സ് കിട്ടോ. നമുക്ക് ഇത് എന്തായാലും റിട്ടേൺ ചെയ്യാം. ഷോർട്സ് പറ്റില്ല. ബ്ലാക്കും എനിക്ക് കണ്ടിട്ട് വേറെ അടുത്തിടാനുള്ളതും കണ്ടിട്ട് മാറ്റേണ്ടി വരുന്നു. ഏത് ബ്ലാക്ക് പാന്റോ? എനിക്ക് ടീഷർട്ട് എനിക്ക് ഇഷ്ടമായി. ഷോർട്സ് എന്തായാലും നമ്മൾ റിട്ടേൺ ചെയ്യാണ്. പ്രൈസ് ക്വാളിറ്റി കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ല. ദിസ് ഈസ് അവർ ഫിഫ്ത്ത് ഔട്ട്ഫിറ്റ്. ഈ ഷർട്ട് നല്ല രസമുണ്ട് കേട്ടോ, നല്ല സൂപ്പർ ഷർട്ട്. പാന്റ് ശരിക്കും നമ്മൾ വൈറ്റ് ആണ്. ഇപ്പൊ നമ്മള് അത് തന്നെയാണ് നമ്മള് റീയൂസ് ചെയ്യാമെന്ന്. സോറി, എന്റെ അടുത്ത് തന്നെയാണ് 2 മൈക്കുള്ളത്. കിച്ചാവിന്റെ ഒരെണ്ണം കൊടുക്കട്ടെ. ഷർട്ട് നല്ല ഷർട്ടാണ്, പക്ഷെ പാന്റ് റിങ്കിൾസ് ആണ്. നല്ല അടിപൊളി ഷർട്ടാണ് കേട്ടോ. കിച്ചാൻ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടമായത്. ഷോർട്സ് വൈറ്റ് ഷോർട്സ് ആയിരുന്നു തമ്പോ. അപ്പോ പക്ഷെ അത് നമ്മൾ നേരത്തെ കാണിച്ച വൈറ്റ് ഷോർട്സിൽ അപ്പൊ അത് സുഖമായില്ലല്ലോ. അപ്പൊ നമ്മൾ റിട്ടേൺ മാറ്റി വെച്ചു. ദിസ് ഈസ് അവർ ഫിഫ്ത്ത് ഔട്ട്ഫിറ്റ്. ഫിഫ്ത്ത് ആണോ സിക്സ്ത് ആണോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഔട്ട്ഫിറ്റ്. അതായത് നമ്മൾ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ എയർപോർട്ടിൽ ഉദ്ദേശിച്ചാണ്. ബേസിക് ആയിട്ടുള്ള ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ഒരു കാർഗോ പാൻസും. കുഴപ്പമില്ല അല്ലേ? രണ്ടും ഓക്കെയാണ്, കംഫർട്ടബിൾ ആണ്, സെറ്റാണ്. കിച്ചാൻ ആ ഒരു സ്ലൈഡേഴ്സ് അല്ലാണ്ട് നമ്മളൊരു ഷൂവും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്ലെയിൻ വൈറ്റ് ക്യാൻവാസ് ഷൂ അല്ലേ, സ്പാർക്സിന്റെ. കൊള്ളാം, നല്ല ഓഫർ പ്രൈസിൽ കിട്ടിയതാണ് കേട്ടോ. സോ ഇത്രയുമാണ് നമ്മൾ കിച്ചാമിന് വേണ്ടി വാങ്ങിയിട്ടുള്ള ഔട്ട്ഫിറ്റ്. ഇനി തമ്പൂന്റെ ഔട്ട്ഫിറ്റ് ജസ്റ്റ് ഒന്നെല്ലാം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഹലോ,
ഈ ഒരു ടീഷർട്ടും കൂടി പുള്ളിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ക്ലാസ്സിൽ പോകുമ്പോൾ, അതായത് സ്വിമ്മിങ് ക്ലാസ്സിൽ പോകുമ്പോൾ ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ. അവിടെ നമുക്ക് ഒരു ടീഷർട്ടും കൂടി ഇരുന്നോട്ടെ. എന്റെ സ്വിമ്മിങ് സെയിം ഡ്രസ് തന്നെ നമ്മൾ എടുക്കുന്നത്. ഇത് തമ്പുവിന്റെ ഔട്ട്ഫിറ്റ് ആണ്. സോ ഇതാണ് തമ്പുവിന്റെ ഫസ്റ്റ് ഡ്രസ്സ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു റോംബറാണ്, ഫുൾ റോംബറാണ്, ഗ്രേ കളർ. നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന ഔട്ട്ഫിറ്റ് ആണ് ഇത്, ഗ്രേ കളർ. ഇത് തമ്പുവിന് പെർഫെക്റ്റ് സാധനമാണ്. ഇതൊന്ന് വാഷ് ചെയ്യണം നമ്മള്, അതുകൊണ്ടാണ് തമ്പുവിന് ഇട്ട് കാണിക്കാത്തത്. എല്ലാ ഡ്രസ്സും വാഷ് ചെയ്തിട്ട് നമ്മൾ ഇടാറുള്ളൂ. സോ ഇത് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ആയതാ. സോ തമ്പുവിന്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഇതാണ്. ഇത് സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അവന്റെ പിങ്ക് ഔട്ട്ഫിറ്റ് ഞങ്ങളുടെ മാച്ച് ചെയ്യാനുള്ള കേട്ടോ. ഈ ആമ്പിള്ളേർക്ക് ഡ്രസ്സ് തപ്പിയെടുക്കണത് എന്തൊരു പാടുള്ള പണിയാണല്ലേ. അയ്യോ, നല്ല തൃപ്തി വരില്ല. ഇതിനും ബെറ്റർ ഉണ്ടോ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. പെൺപിള്ളേർക്ക് ദൂരം കളക്ഷൻ, ആമ്പിള്ളേർക്ക് ഈസിയാണ്. ബാക്കിൽ ഓപ്പൺ വരുന്നുണ്ട്, അപ്പൊ കഴുത്തിന് ടൈറ്റ് വരില്ല. ഇതും ഒരു റോംബർ കൈൻഡ് ഓഫ് വൺ ഈസ് കൈൻഡ് ഓഫ് ടൈറ്റ് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. വൺ ഈസ് കൈൻഡ് ഓഫ് സാധനമാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഉടുപ്പാണ് തമ്പു മെയിൻലി എപ്പോഴും ഇടാറ്. ഇതാണ് അവന് നല്ല കംഫർട്ടബിൾ. ഇത് അവന് ഇടാനും എളുപ്പമാണ്, ഇടിക്കാനും എളുപ്പമാണ്, അവനായാലും കംഫർട്ടബിൾ ആണ്. ഞങ്ങളുടെ കൂടെ പിങ്കിന് മാച്ച് ചെയ്തിട്ടുള്ള അവന്റെ ഔട്ട്ഫിറ്റ്. ഫിഷ് ഒക്കെ ആയിട്ട് നമ്മൾ എന്തായാലും പോകുന്നു. അത്രയും ഞാൻ ആലോചിച്ചില്ല കേട്ടാ. ഇത് ഒരു ടീഷർട്ട് ഷോർട്സിന്റെ കോംബോ ആണ് കേട്ടോ. ഈ എല്ലാ പ്രോഡക്ട്സും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ല അഫോർഡബിളും ആണ്. ഇത് നമ്മൾ ആക്ച്വലി നമ്മുടെ വൈറ്റ് ഇതിട്ടില്ലേ വൈറ്റ് ഷോർട്സ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ, അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. ഇത് നമ്മൾ എടുത്തത് എന്റെ ഈ ഒരു ഗ്രേ ഉടുപ്പില്ലേ, അല്ല ഗ്രേ ഓഫ് വൈറ്റ്, അതിന്റെ കൂടെ ഇടാൻ വേണ്ടി മാച്ച് ചെയ്തെടുത്താണ് കേട്ടോ. ഇതും കൊള്ളാം. ഇതാണ് തമ്പുവിന്റെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഞാൻ നമ്പറൊക്കെ മറന്നു, ഇപ്പൊ എത്ര കാണിച്ചു എന്നുള്ളത്. ബ്ലൂ നമ്മുടെ മൂന്ന് ടൈപ്പ് ബ്ലൂ ആണ്. അതന്നെ, ഇത് തമ്പുവിന് ആ ബ്ലൂവിന്റെ കൂടെ ഇടാനുള്ളതാണ്. ഇതും ഒരു ടീഷർട്ട് ഷോർട്സ് കൈൻഡ് ഓഫ് സാധനമാണ്. ഇതാകുമ്പോ കംഫർട്ടബിൾ ആണ്. വേണമെങ്കിൽ ടീഷർട്ട് ഊരിക്കഴിഞ്ഞാൽ നിക്കർ ഇട്ടുകൊണ്ട് അവിടെ മുഴുവൻ നടക്കാം. സോ ഇതാണ് ബീച്ച് വൈബ് ആണല്ലോ. ഇതാണ് തമ്പുവിന്റെ ഔട്ട്ഫിറ്റ്. പിന്നെ തമ്പു ഗുഡ് ബൈ. സോ ഹാൻഡ്സ് അപ്പ്, രണ്ട് ഹാൻഡ്. ഇതൊക്കെ ഞങ്ങൾ പഠിച്ച ട്രിക്സ് ആണ്, പുതിയ ട്രിക്സ്. ഇതാണ് തമ്പുവിന്റെ ബ്രൗൺ, ഞങ്ങളുടെ കൂടെ മാച്ച് ചെയ്യാനുള്ള ബ്രൗൺ ഔട്ട്ഫിറ്റ്. എനിക്ക് ഇങ്ങനത്തെ ഉടുപ്പുകളാണ് തമ്പുവിനെ മെയിൻലി ഇടിക്കാൻ ഇഷ്ടം കേട്ടോ. ഡംഗ്രീസോ അങ്ങനെ അങ്ങനെ തന്നെ പറയണേ. സോ ഇതാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയും എല്ലാം കൊള്ളാം അല്ലേ. നൈസ്. സോ ഇതാണ് തമ്പുവിന്റെ അടുത്ത ഔട്ട്ഫിറ്റ്. ഇനി തമ്പുവിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഔട്ട്ഫിറ്റ്. സോ ഇതാണ് തമ്പുവിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇത് റോംബറാണ്, ഞാൻ തുറന്ന് കാണിക്കാനുള്ള നോർമൽ റോംബർ. ഗുഡ് ബൈ അനേറ്റ, ഗുഡ് ബൈ അനേറ്റ. അയ്യോ, സോ ഗുഡ് ബൈ അല്ല. അവന് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്തൊക്കെ റോംബർ ഇടാമെന്നാ വിചാരിച്ചേക്കുന്നത്. സോ ഇത് ബ്ലാക്ക്, നമ്മുടെ കൂടെ ഇതിന്റെ കൂടെ മാച്ച് ചെയ്തിട്ടുള്ള ബ്ലാക്ക് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്സ് മൊത്തം. ഇതിലിപ്പോ നമ്മൾ 2-3 എണ്ണം മാറ്റുന്നുണ്ട്. മേ ബി അത് ഞങ്ങൾ പോയിട്ട് സ്റ്റുഡിയോയിൽ മാക്സിന്നോ ട്രെൻഡ്സിന്നോ എവിടെന്നെങ്കിലും മേടിക്കാന്നാ വിചാരിച്ചായിരുന്നത്. സോ ഇത് നമുക്ക് അടുത്ത പരിപാടി ഉള്ളപ്പോൾ കാണാം. ബൈ കൊടുക്കൂ. ടാറ്റ കാണിക്കൂ. അങ്ങനെ ഇന്ന് കിച്ചാമന്റെ ഗ്രൂമിംഗ് ഡേ ആണ് കേട്ടോ. ഈ ആമ്പിള്ളേർക്ക് മുടി വെട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സംഭവം അല്ലേ. അവരുടെ മുടി ഒന്ന് വെട്ടിയാൽ തന്നെ അവരുടെ കംപ്ലീറ്റ് ലുക്ക് മാറും. അത് എന്ത് ടെക്നിക്കാന്ന് എനിക്ക് മനസ്സിലാവണില്ല. നമ്മൾ ഈ ഫേഷ്യൽ ചെയ്ത് അത് ചെയ്തൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു എന്താണ് ഒരു ഒരു മേക്ക് ഓവർ ചെയ്ത ഫീലൊക്കെ വരിക. പക്ഷെ ഇവർക്ക് ഒന്ന് മുടി വെട്ടി ഇറങ്ങിയാൽ മതി. അപ്പൊ ഇത്തവണ കിച്ചാമൻ എന്തോ ഇറ്റാലിയൻ എന്താണ് മറ്റൊരു സ്റ്റൈലാണ് വെട്ടിയത്. അത് തന്നെയാണ് ഇപ്പം വെട്ടാറെന്ന് തോന്നുന്നു. ഇത്തവണയും ആ ഒരു സംഭവം തന്നെയാണ് വെട്ടിയത്. എന്തോ ഒരു ചെറിയ ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ആ മുടി വെട്ടുന്ന ആൾ മാറുമ്പോൾ സ്റ്റൈലും മാറുമല്ലോ. അപ്പൊ അങ്ങനെ പുള്ളിയുടെ ഗ്രൂമിങ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പുള്ളിക്ക് പരിപാടി. എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഐബ്രോസ് ചെയ്യണം, ഫേഷ്യലൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സമയപരിമിതി മൂലം ഞാൻ അതൊക്കെ അങ്ങോട്ട് പയ്യെ ഒഴിവാക്കി. എനിക്ക് ഐബ്രോസ് ചെയ്യാനായിട്ട് വേറെ എങ്ങും പോകണ്ട. എനിക്ക് സ്വന്തമായിട്ട് പാർലർ ഉണ്ട്, എൻ്റെ അമ്മയ്ക്ക് പാർലർ ഉണ്ട് കേട്ടോ. ഭയങ്കര ആഷ് പോഷ് ആയിട്ടൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ വീട്ടില് ആണ് തുടങ്ങിയേക്കണത്. ഇപ്പം വർഷങ്ങളായി എൻ്റെ അമ്മ വീട്ടിൽ പാർലർ സ്റ്റാർട്ട് ചെയ്തിട്ട്. പാർലർ മാത്രമല്ല, ഈ ലേഡീസ് ഐറ്റംസും കുറേ ഉണ്ട് കേട്ടോ. ഗ്യാരണ്ടി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. നല്ല അഫോർഡബിൾ റേറ്റിൽ പുള്ളിക്കാരി കൊടുക്കുന്നത്. ഇപ്പോൾ കുറേ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് ഓണത്തിന്. സോ തൈക്കൂടത്തുള്ളവരാരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ കടയിൽ വരാം.
തൈക്കൂട് നമ്മുടെ സെന്റ് റാഫേൽ ചർച്ചിന്റെ അവിടെയായിട്ട് ഓയർ റോട്ടിലാണ് നമ്മുടെ ഷോപ്പുള്ളത് കേട്ടോ. ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സോ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, നമ്മുടെ പാർലറിന്റെ ഒരു ടൂർ പോലെ. സോ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്ന് ഏതൊക്കെ അടിച്ചു വരണം എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഗ്യാരണ്ടി പ്രോഡക്ട്സ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചു നേരം അവിടെയൊക്കെ നോക്കി ഇന്ന് ഫുള്ളൊന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു സമാധാനമായി. അങ്ങനെ എൻ്റെയും ത്രെഡിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. ഞാൻ ഈ വേറെ ഫേഷ്യലും കാര്യങ്ങളിലേക്കൊന്നും കടന്നില്ല. സമയം വളരെ കുറവായിരുന്നു. ത്രെഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിനൊരു വെട്ടം വീഴും. അത് ഉള്ളതാണല്ലോ. ത്രെഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ കാടും മടലിലേക്ക് പോകുമ്പോൾ തന്നെ മുഖത്തിനൊരു വെളിച്ചം വീഴും. ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ ലാഷ് എക്സ്റ്റൻഷൻ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ എന്തെങ്കിലും വിശിഷ്ട പരിപാടിക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എനിക്ക് ഒരൊറ്റ സ്ഥലം ഉണ്ടായിരുന്നുള്ളത് നമ്മുടെ നെയിലാഷ് ബൈ സാൻവി ആണ്. ഈ ഒരു പേജ് അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. പക്ഷെ എനിക്ക് ചേച്ചീനെ അറിയണത് 3 വർഷം മുന്നേ അറിയാം. ചേച്ചിയുടെ ഫ്ലാറ്റിൽ ചേച്ചി ഈ സംഭവം സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ എനിക്ക് ചേച്ചീനെ പരിചയമുണ്ട്. സോ അപ്പോൾ നമ്മൾ ചെന്ന് സംസാരിച്ച് എന്ത് വേണം എന്നൊക്കെ തീരുമാനിച്ച് നമ്മുടെ പ്രൊസീജിയർ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മെയിൻലി അവർ കൊടുക്കുന്ന സർവീസ് നെയിൽ, അതുപോലെ തന്നെ ലാഷസ്, പെഡിക്യൂർ, മാനിക്യൂർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫസ്റ്റ് സ്പോട്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നെയിൽ ചെയ്തേക്കുന്ന ചേച്ചിയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് നെയിലും ലാഷസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വന്നാലും ഞാൻ ഓർഡർ ചേച്ചിയുടെ അടുത്തേക്കായിരിക്കും. എനിക്കൊരു ഫുള്ളർ ലുക്കായിരുന്നു വേണ്ടത്. ഇതായിരുന്നു നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇപ്പം ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓവറായി പോയോ എന്ന് തോന്നും. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പം അങ്ങനെ എല്ലാവർക്കും ഫീൽ ചെയ്യും. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എൻ്റെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ സെയിം ലെങ്ത്തിൽ ഒരു ഫുള്ളർ ലുക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് വലിയ ഗ്രൂമിംഗ് ഒന്നും ഇല്ല. ഇനിയുള്ളത് ആകെ പാക്കിംഗ് ആണ്. അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്നിരുന്ന് പാക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി പാക്ക് ചെയ്യുമ്പോൾ കാണാം. അങ്ങനെ ഇതാ നമ്മുടെ വീഡിയോന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. പാക്കിംഗ് ഇത് മുഴുവൻ നമുക്ക് പാക്ക് ചെയ്ത് പോകേണ്ടതാണ്. ഞാൻ പാക്കിങ്ങിന്റെ ഒരു ഓവർ ക്യൂനാണ്. പിന്നെ തമ്പുമായിട്ട് പോകുമ്പോൾ ഒന്നും തികയാത്ത പോലെ എനിക്ക് തോന്നും. സോ നമുക്ക് എല്ലാം പാക്ക് ചെയ്യാം. ഞാൻ ഈ പാക്ക് ചെയ്യണത് ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിൽ വലിയ വലിച്ചിട്ട് കാണിക്കണം. ഓൾറെഡി ഈ വീഡിയോ ഭയങ്കര ലോങ് ആയി. നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണില്ല. പക്ഷെ നിങ്ങൾ ആ ഷോർട്സ് കണ്ടോളൂ. പാക്കിങ് കുറച്ച് ടിപ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയേക്കാം. അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും ഈ സാരി ബാഗിലായിട്ടാണ് വെക്കണം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആണ്, ഭയങ്കര ഈസിയാണ് എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ദിവസം നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത് കാണാം. അപ്പം ഞങ്ങൾ എവിടെയാണ് പോകണേന്ന് ഒന്ന് ഗെസ് ചെയ്തോളൂ കമന്റ് സെക്ഷനിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.